സോ ഇതൊരു ഫെർമെൻറ്റേഷൻ പ്ലാന്റിൻ്റെ പിക്ചറാണ്. സോ ഫെർമെൻറ്റേഷൻ പ്ലാന്റ് എന്തിനാണെന്ന് വെച്ചാൽ ആൽക്കഹോളിക് ബീവറേജസ് കൊമേഴ്ഷ്യൽ സ്കെയിലിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി. സോ ആൽക്കഹോളിക് ബീവറേജസ് കൊമേഴ്ഷ്യലായിട്ട് മാനുഫാക്ചർ ചെയ്യാനായിട്ടുള്ള ഇതാണ്. അത് മാനുഫാക്ചർ ചെയ്യുന്നത് ഫെർമെൻറ്റേഷൻ പ്ലാന്റുകളിലാണ്. ഇതൊരു ഫെർമെൻറ്റേഷൻ പ്ലാന്റിൻ്റെ പിക്ചറാണ്. സോ നമ്മൾ എത്തനോൾ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫെർമെൻറ്റേഷൻ ആവശ്യമാണ്. സോ എത്തനോൾ പ്രൊഡക്ഷന് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫെർമെൻറ്റേഷൻ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ലാർജ് ഫെർമെൻറ്ററുകളെ ആവശ്യമാണ്. കണ്ടിന്യൂസ് മാനുഫാക്ചർ ഓഫ് എത്തനോൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ വലിയ ഫെർമെൻറ്ററുകൾ തന്നെ വേണം. സോ ആ ഫെർമെൻറ്ററുകൾക്കുള്ളതാണ് ഫെർമെൻറ്റേഷൻ പ്ലാന്റ് എന്ന്. സോ ലാർജ് ഫെർമെൻറ്ററുകൾ വേണം കണ്ടിന്യൂസ് ആയിട്ട് എത്തനോളെ മാനുഫാക്ചർ ചെയ്യണമെന്ന്. സോ അതുപോലത്തെ ആൽക്കഹോളിക് ബീവറേജസുകൾ കൊമേഴ്ഷ്യൽ സ്കെയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ ഫെർമെൻറ്റേഷൻ പ്ലാന്റുകളിലാണ്. സോ നമ്മുടെ ഇന്ത്യ, ജർമ്മനി, ബ്രസീൽ, ഡെൻമാർക്ക് അവർക്കൊക്കെ അവരുടേതായ ഓൺ ടെക്നോളജി ഉണ്ട്. എത്തനോൾ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഓൺ ടെക്നോളജി ഉണ്ട്. സോ ഫെർമെൻറ്റേഷൻ കണ്ടീഷൻസ് ഒക്കെ സിമിലർ ആയിരിക്കും. ഒരു പെർട്ടിക്കുലർ pH, ടെമ്പറേച്ചറൊക്കെ കോമൺ ആയിരിക്കും. അതേസമയം കൾച്ചർ കണ്ടീഷൻസ് മാത്രം ഡിഫറെൻറ്റ്. എന്താണ് കൾച്ചർ ചെയ്യണേ ആ കൾച്ചർ കണ്ടീഷൻസ് മാത്രം ഡിഫറെൻ്റ് ആയിരിക്കും. സോ ഇതൊരു ഫെർമെൻറ്റേഷൻ പ്ലാന്റിൻ്റെ പിക്ചറാണ്. ഈ ഫെർമെൻറ്റേഷൻ പ്ലാന്റുകളിലാണ് ആൽക്കഹോളിക് ബീവറേജസ് കൊമേഴ്ഷ്യലായിട്ട് മാനുഫാക്ചർ ചെയ്യുന്നത്.